അത് നമ്മൾ പിടിച്ചു വാങ്ങിയെന്നുള്ള പേര് വേണ്ട. 25 ലക്ഷം രൂപ അവര് തരും. നീ അത് വെച്ച് പുതിയ എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം. അതാലോചിക്കാം മാവ. ആദ്യം എന്തായാലും പണം കിട്ടട്ടെ. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ കാര്യം നിങ്ങളാരും എന്താ മോളെ എന്നെ അറിയിക്കായിരുന്നത്? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ അങ്കിളെ? ഈ വിവരം അങ്കിളിനെ അറിയിക്കാൻ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പഞ്ചരത്നത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. അച്ഛനും വലിയ ആശ്വാസത്തിലായിരുന്നു അങ്കിളെ. ഇനി ഇതറിയുമ്പോ എനിക്ക് മാസത്തിൽ തരാമെന്ന് പറഞ്ഞ പണം വേണ്ട അങ്കിളെ. പകരം 25 ലക്ഷം രൂപ ഇന്ദ്രേട്ടൻ രഘുവേട്ടന് കൊടുത്താൽ മതി. അത് കൊടുക്കാന്ന് ഇന്ദ്രേട്ടൻ സമ്മതിച്ചതുമാണല്ലോ. അതൊക്കെ ശരിയായിരിക്കാം മോളെ. പക്ഷെ ഇത് സുശീല ഇടപെട്ട കാര്യമായതുകൊണ്ട് അവൾ ഇതിൽ നിന്നും മാറാൻ ഒരു സാധ്യതയില്ല. സുശീലയ്ക്ക് കൊടുത്ത വാക്ക് മാറ്റാൻ എനിക്കും പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കേണ്ടി വന്ന ഉടമ്പടി അത്. അന്ന് ആ ഷോപ്പ് വാങ്ങാനുള്ള പണം തന്നത് അങ്കിൾ ആയതുകൊണ്ട് അങ്കിളിന് എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. പക്ഷേ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും കരുതുക ഞാൻ എന്റെ ലാഭത്തിന് വേണ്ടി വാക്കുമാറിയെന്നാവും. അച്ഛനും അവരുടെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെടും. ഇല്ലല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അണ്ണൻ വരട്ടെ. അണ്ണനുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി രഘുവിനെ അമ്പിളിയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. മോള് സമാധാനമായിട്ടിരിക്കേ. അങ്കിളില്ലേ?